ഒരേ വേഷത്തിൽ അണിഞ്ഞൊരുങ്ങിയ 18 സ്ത്രീകളും കുട്ടികളും ചേർന്ന് ഒരുക്കുന്ന കാവടി ചിന്തുപാട്ട് കുരട്ടിക്കാട് പാട്ടമ്പലം ദേവീക്ഷേത്ര സന്നിധിയെ ഭക്തസാന്ദ്രമാക്കി. തെക്കൻ കേരളത്തിലെ ആദ്യത്തെ വനിതാ ചിന്തുപാട്ട് സംഘമായ മാന്നാർ കുരട്ടിക്കാട് കലാത്മിക വനിതാ കാവടി ചിന്തുപാട്ട് സമിതിയാണ് മാന്നാർ കുരട്ടിക്കാട് പാട്ടമ്പലം ദേവി സന്നിധിയിൽ അരങ്ങേറ്റം കുറിച്ചത്. ഒരേ വേഷത്തിൽ അണിഞ്ഞൊരുങ്ങിയെത്തിയ 18 സ്ത്രീകളും കുട്ടികളും ചേർന്നൊരുക്കുന്ന കാവടി ചിന്തുപാട്ട് വേറിട്ട കലാരൂപമാണ്. താളത്തിനൊപ്പം ഉയരുന്ന കാവടി ചിന്തുപാട്ട് എന്ന അനുഷ്ഠാന കലാരൂപം കുരട്ടിക്കാട് പാട്ടമ്പലം ദേവീക്ഷേത്ര സന്നിധിയെ ഭക്തിസാന്ദ്രമാക്കി. തെക്കൻ കേരളത്തിലെ ആദ്യത്തെ വനിതാ ചിന്തുപാട്ട് സംഘമായ മാന്നാർ കുരട്ടിക്കാട് കലാത്മിക വനിതാ കാവടി ചിന്തുപാട്ട് സമിതിയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം മാന്നാർ കുരട്ടിക്കാട് പാട്ടമ്പലം ദേവി സന്നിധിയിൽ അരങ്ങേറ്റം കുറിച്ചത്. ഗായികയായ കുരട്ടിക്കാട് ആതിര നിവാസിൽ ആതിര ഗോപകുമാറും സംഘവുമാണ് കലാത്മിക വനിതാ ചിന്തുപാട്ട് സംഘത്തിന്റെ നേതൃനിരയിലുള്ളത്. തൃശൂർ പറപ്പൂക്കര സ്വദേശിയായ സുധീഷ് ബാബുവിന്റെ ശിക്ഷണത്തിലാണ് ഇവർ ഈ കലാരൂപം അഭ്യസിച്ചത്. ആദ്യമായിട്ടാണ് തെക്കൻ കേരളത്തിലെ ഒരു വനിതാ ചിന്ത തുടങ്ങുന്നത്. നമ്മളിവിടെ കലാത്മിക വീരനാട്യം എന്ന് പറയുന്ന ഒരു സംഘം ഉണ്ടായിരുന്നു. അങ്ങനെ സന്ദീപ് പോത്താനി എന്ന് പറയുന്ന ഒരു ചേട്ടനാണ് നമുക്ക് ഇതിനൊരു ഇനിഷ്യേറ്റീവ് എടുത്തു തന്നത്. അങ്ങനെ ഞങ്ങള് ഡിസംബർ 26 ആദ്യമായിട്ട് ഞങ്ങളുടെ ക്ലാസ് തുടങ്ങുന്നത്. 18 കുട്ടികളോളം ഉണ്ട് ഈ ചിന്തുപാട്ട് സമിതിയില്. കലാത്മിക എന്ന് പറഞ്ഞ ചിന്തു സംഘം കഷ്ടിച്ചൊരു മാസത്തോളം കഠിനമായ പ്രാക്ടീസിലാണ് വന്നിരിക്കുന്നത്. 7 ദിവസത്തെ ക്ലാസ്സിലാണ് പഠിച്ചിരിക്കുന്നത് തന്നെ. പിന്നെ ചിന്തുന്ന കലാരൂപം വരുന്നത് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നതും ചെയ്തു വരുന്നതും തൃശ്ശൂർ ജില്ലയിലാണ്. പിന്നെ തെക്കൻ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു വനിതാ കാവടി ചിന്ത് സംഘടിപ്പിക്കുന്നത് തന്നെ. ചിന്ത എന്ന് പറഞ്ഞ കലാരൂപം വരുന്നത് മുരുകനെ നമ്മൾ സ്തുതിച്ച് പാടുന്ന ഒരു കലാരൂപമാണ്, അനുഷ്ഠാനമായ ഒരു കലാരൂപമാണ്. പഴനിയിലെ മുരുകൻ എന്നാണ് ചിന്തുപാട്ടിന് ഉദ്ദേശിക്കുന്നത്. ചിന്തുപാട്ട് അനുഷ്ഠാന കലയായിട്ട് എല്ലാ ദിക്കിലും ഇപ്പോൾ കൊണ്ടാടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് മകരമാസത്തിലെ മണ്ഡലമാസങ്ങളിലും മകരമാസത്തിലെ പൂജകൾക്കാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഉത്സവങ്ങളിലും എല്ലാ കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. തെക്കൻ കേരളത്തിലെ ആദ്യ വനിതാ ചിന്തുപാട്ട് സമിതിയാണ് നമ്മുടെ മാന്നാർ കുരട്ടിക്കാടിലുള്ള കലാത്മിക വനിതാ ചിന്തുപാട്ട് സമിതി. 18ഓളം വനിതകൾ ചേർന്നാണ് ഈ ചിന്തുപാട്ട് കൂട്ടായ്മ ഇവിടെ നടത്തുന്നത്. ശനിയാഴ്ച ആയ ഇന്ന് പാട്ടമ്പലം ദേവീക്ഷേത്രത്തിൽ വെച്ച് അവരുടെ അരങ്ങേറ്റമാണ്. വളരെയേറെ നല്ല ഭംഗിയോടും ചിട്ടയോടും കൂടി ചടുലമായ താളത്തോടു കൂടി ഈ ചിന്തുപാട്ട് ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഇതിന് മാന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. വളരെ അഭിമാനമുണ്ട് മാന്നാറിൽ ഇങ്ങനെ ഒരു ചിന്തുപാട്ട് കലാസമിതി രൂപീകരിച്ചതിൽ. അതിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വളരെയധികം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. കഠിന പരിശീലനത്തിന് ശേഷമാണ് കലാത്മിക വനിതാ കാവടി ചിന്തുപാട്ട് സമിതി അരങ്ങേറ്റം കുറിച്ചത്. ക്ഷേത്ര ഉത്സവങ്ങൾക്കും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മറ്റ് ചടങ്ങുകളിലുമാണ് കാവടി ചിന്തുപാട്ട് സാധാരണ അവതരിപ്പിക്കാറുള്ളത്. പേരിന്റെ കൂടെ കാവടി ഉണ്ടെങ്കിലും പ്രധാനമായി മണ്ഡലകാല മാസങ്ങളിൽ അയ്യപ്പൻ വിളക്ക്, ദേശവിളക്ക് എന്നീ ഉത്സവങ്ങൾക്കിടയിലാണ് ഈ അനുഷ്ഠാന കല അവതരിപ്പിച്ചു പോരുന്നത്. സുബ്രഹ്മണ്യന്റെ വാദ്യങ്ങളിൽ ഒന്നായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. കാലടിയിലാണ് കാവടി ചിന്ത നിർമ്മിക്കുന്നത്. പ്ലാവിന്റെ നാരായ വേരുകൾ, കാതലായ തടിക്കഷ്ണങ്ങൾ, കശുമാവിൻ തടി, അരറിത്തടി എന്നിവ കൊണ്ടാണ് ഇതിന്റെ നിർമ്മാണം. എന്നാൽ ഇപ്പോൾ അലൂമിനിയത്തിലും മറ്റും കാവടി ചിന്ത നിർമ്മിച്ചു വരുന്നുണ്ടെന്ന് ഈ രംഗവുമായി ബന്ധപ്പെട്ടവർ പറയുന്നു. CDNet ന്യൂസ്, മാന്നാർ.